തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട പോളിംഗ് ആണ് നടന്നിരിക്കുന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളുടെ പോളിംഗ് ആണ് രണ്ടാം ഘട്ടത്തിൽ നടന്നിരിക്കുന്നത്. അടുത്ത വർഷം ആദ്യം നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് ഈ ഇലക്ഷൻ മാറുമെന്ന് ഉറപ്പാണ്. എന്തു തന്നെയായാലും ഇരു മുന്നണികളും BJPയും വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയിരുന്നത്. പ്രധാനമായും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം, ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചാ വിഷയമാവുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പായതുകൊണ്ട് പ്രാദേശിക തലത്തിലുള്ള വികസന പ്രശ്നങ്ങളും കാര്യമായിട്ട് ചർച്ച ചെയ്യും. ഇരു മുന്നണികളും വളരെയേറെ വാശിയോടെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2 തവണയായിട്ട് അധികാരത്തിന് പുറത്തു നിൽക്കുന്ന UDFനെ സംബന്ധിച്ചിടത്തോളം അടുത്ത സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരണമെങ്കിൽ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടം കൈവരിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ LDFന് വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ ഞങ്ങളിതാ ജയിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവർക്ക് കഴിയും. എന്തെങ്കിലും കാരണവശാൽ തിരിച്ചടി നേരിടുകയാണെങ്കിൽ അതിൽ തൂങ്ങിപ്പിടിച്ചായിരിക്കും അടുത്ത തവണ UDF ഇലക്ഷൻ പ്രചരണം നടത്തുക എന്ന് LDFന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ 2 മുന്നണികളും വളരെ കരുതലോടുകൂടിയാണ് പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ BJP, തെക്കൻ കേരളത്തിൽ വളരെയധികം സ്വാധീനമുണ്ടാക്കിയ BJP തൃശ്ശൂരിലും വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവരെ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില ജില്ലകളിലും പാലക്കാട്, അതുപോലെ തന്നെ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലൊക്കെ തന്നെ BJPക്ക് ശക്തമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും തങ്ങൾ കാര്യമായ നേട്ടമുണ്ടാക്കുമെന്നാണ് BJP ഉറച്ചു വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ കോർപ്പറേഷനിൽ BJPക്ക് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമുണ്ട്. അത് എത്രത്തോളം അവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും, അതോ BJP ഒന്നാം ശക്തിയാകുമോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്തു തന്നെയായാലും BJP തൃശ്ശൂരിൽ കോർപ്പറേഷൻ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒന്നാം കക്ഷി ആയില്ലെങ്കിൽ പോലും BJPയുടെ വളർച്ച വളരെയധികം വേഗതയുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. തൃശ്ശൂർ കോർപ്പറേഷൻ 6 അംഗങ്ങൾ മാത്രമാണ് ഇതുവരെ BJPക്ക് ഉണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ വലിയൊരു മുന്നേറ്റം BJPക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുകളിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലാണെങ്കിലും BJP കാര്യമായ പ്രകടനം നടത്തുമെന്ന് ഉറപ്പാണ്. തൃശ്ശൂരിലെ MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിൽ പ്രചരണത്തിനെത്തിയിരുന്നു. അദ്ദേഹം നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ എന്തു തന്നെയായാലും തങ്ങൾ പിടിച്ചെടുക്കുമെന്ന വാശിയിലാണ് BJP ഉള്ളത്. നമുക്ക് ഏതായാലും 13-ാം തീയതി അതിന്റെ ഫലം വരുന്നവരെ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരിക്കാം. അതോടൊപ്പം തന്നെയാണ് BJPക്ക് 2 തവണ അധികാരത്തിലേറിയ പാലക്കാട് നഗരസഭ തങ്ങളവിടെ ഹാട്രിക് വിജയം നേടുമെന്നാണ് BJP ഉറച്ച് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷൊർണൂർ, ഒറ്റപ്പാലം നഗരസഭകളും തങ്ങളുടെ നിയന്ത്രണത്തിൽ വരുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് തൃശ്ശൂർ, പാലക്കാട് മേഖലകളിൽ BJPയുടെ ഒരു ശക്തമായ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. അതേസമയത്ത് മലപ്പുറത്താണെങ്കിൽ ഒരു UDF ശക്തി കേന്ദ്രമാണ്. UDFന്റെ സ്വാഭാവികമായും അവരുടെ ആ ശക്തി നിലനിർത്തുന്ന രീതിയിൽ തന്നെ പ്രകടനമായിരിക്കും. മുൻപ് ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതു മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ മലപ്പുറത്ത് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് കരുതുന്നത്. കാരണം പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളൊക്കെ തന്നെ UDFന് അടിയുറച്ച പിന്തുണ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ UDF കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കും. എന്നാൽ കോഴിക്കോട് സ്ഥിതിഗതികൾ മറിച്ചാണ്. കോഴിക്കോട് നഗരസഭയിൽ BJP കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തായിട്ട് ഏതാണ്ട് 25ഓളം വാർഡുകളിൽ കാര്യമായ സ്വാധീനമുണ്ട്. ആ മേഖലകളിൽ തങ്ങൾ കാര്യമായ നേട്ടമുണ്ടാക്കുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ LDFന്റെ നല്ല ശക്തിയുള്ള സ്ഥലങ്ങളാണ് കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ല തുടങ്ങിയ പ്രദേശങ്ങൾ. ഇവിടങ്ങളിലൊക്കെ തന്നെ LDFന്റെ ഒരു മേധാവിത്വം തുടരാനാണ് സാധ്യത. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിലെ കർണാടക അതിർത്തി പ്രദേശങ്ങൾ, അത് മഞ്ചേശ്വരം, കാസർഗോഡ് നിയോജക മണ്ഡലങ്ങളുടെ പരിധിയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ BJP ശക്തമായ പ്രകടനം കാഴ്ചവെക്കും. ഇവിടെ പ്രധാനമായിട്ടും UDFും BJPയും തമ്മിലാണ് മത്സരമുണ്ടാവുക. അതേപോലെ തന്നെ വയനാടിൽ UDFന് സ്വാധീനമുള്ള മണ്ഡലമാണ്. വയനാട്ടിലെ MLAമാരൊക്കെ LDF ആണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ UDFനാണ് സ്വാധീനം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും കേരളത്തിന്റെ അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്വാധീനം, തങ്ങൾ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കും. അത് ഗ്രാമപഞ്ചായത്തുകളായാലും നഗരസഭകളായാലും. പ്രത്യേകിച്ച്
BJP അവകാശപ്പെടുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി, അതോടൊപ്പം തന്നെ ഷൊർണൂർ, ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റികൾ, അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി, തൃശ്ശൂർ കോർപ്പറേഷൻ ഇവിടങ്ങളിലൊക്കെ തങ്ങൾ മികച്ച പ്രകടനം നടത്തുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ LDF-ഉം UDF-ഉം അവരുടേതായ അവകാശവാദങ്ങളുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്.